ആ ഒരു നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ ആ ഒരു വാശിപ്പുറത്താണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അവര് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇതിപ്പോ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്നത്. നമ്മുടെ പേരിലാണ് അതെ അതെ സ്ഥാപനം. എന്റെ വിജയത്തിന്റെ പുറകില് അതെന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പഠിക്കാൻ പോകുമ്പോ വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു? വീട്ടില് ഇല്ല. സൂര്യനെ സംബന്ധിച്ചോളം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതിൽ നിന്ന് എല്ലാത്തിന്നും തിരിച്ച് കയറി വന്ന ഒരാളാണ്. ആ കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ആദ്യമേ ബ്യൂട്ടി സലൂണിലൊക്കെ ആയിരുന്നു അത് അടച്ചിടണം, പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഇത് വന്നത്. പിന്നെ അന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് ലേഡീസിന്റെ ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഫസ്റ്റിലെ നമ്മള് ഇതിന് ട്രെയിനിങ്ങിന് കയറുന്നത്. സൂര്യ അന്നെങ്കിൽ ഇനി തൊട്ട് വരണ്ട. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഇനി വീട്ടിൽ ചെന്ന് എന്ത് പറയും, എന്നെ പറഞ്ഞു വിട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ത്രെഡിങ് അറിയത്തില്ല, ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും എന്നെ ചെയ്തേ പറ്റത്തുള്ളൂ, ഈ ഫീൽഡിൽ ഞാൻ വരും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സലൂണിൽ പോയി ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്ന് ഞാൻ പറയാറില്ല. നമുക്കറിയത്തില്ല ഇപ്പം എന്താ പറയുന്നത്, ഇത് കഴിച്ച് ഉള്ളിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഭാവിയിൽ ചിലപ്പം കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്.